അത് കൂടാതെ തന്നെ ഈ മെഡിക്കൽ കോളേജ് വികസന സമിതി എന്ന് പറയുന്ന ഒരു സമിതിയുണ്ട്. അവർക്ക് എന്താണ് ജോലി നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അവർക്ക് പ്രത്യേകിച്ച് റെമ്യൂണറേഷനോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ എങ്കിൽ തന്നെയും ഒരു MLA ഉള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ മെഡിക്കൽ കോളേജ് വികസന സമിതി രൂപപ്പെടുത്തിയിട്ടുള്ളത്. മെഡിക്കൽ കോളേജ് വികസന സമിതിക്കകത്ത് ഈ പ്രതിപക്ഷത്തു നിന്നുള്ള പ്രതിനിധിയൊക്കെ പോയിട്ട് മിണ്ടാതിരിക്കുമോ? അവർക്ക് ഈ ഹോസ്പിറ്റലിൻ്റെ അവസ്ഥയെക്കുറിച്ച് അറിയാൻ പാടില്ലേ? അവിടെ ഇവരെല്ലാവരും പരസ്പര അന്തർധാരയുണ്ടാക്കി അവിടെ എന്തെങ്കിലുമൊക്കെ കച്ചവടങ്ങളൊക്കെ നടത്തി പരസ്പരം വീതം വെച്ച് ചായ കുടിച്ച് പിരിയുന്നതിനപ്പുറത്തേക്ക് അവിടെ രാഷ്ട്രീയമൊന്നുമില്ല. അവിടെ രാഷ്ട്രീയമോ ആരോപണങ്ങളോ ഇതൊന്നുമില്ല. അവിടെ വീതം വെപ്പുകൾ മാത്രമാണ് നടക്കുന്നത് എനിക്ക് തോന്നുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് അവിടുത്തെ പ്രതിപക്ഷ സ്വരമായിട്ട് മാറാൻ, അതായത് ഈ ആശുപത്രി വികസന സമിതിക്കകത്തൊക്കെ പ്രതിപക്ഷ സ്വരമായിട്ട് മാറാനായിട്ട് അവർക്ക് സാധിക്കണ്ടേ? അത് സാധിച്ചിട്ടില്ലെന്നേ. കാരണം ആശുപത്രിയിൽ എന്തെങ്കിലും കേടുപാടുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യേണ്ട ഒരു വേദി കൂടിയല്ല ഈ ആശുപത്രി വികസന സമിതികൾ. ഈ വികസന സമിതികളിൽ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം സൈലന്റ് ആയിട്ട് പോകുന്നത്? അത് ഒറ്റ കാരണമേ ഉള്ളൂ, വീതം വെപ്പ് നടക്കുന്നുണ്ട് അതിനകത്ത്.